بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുൽ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ വേദികളും സദസ്സുകളും എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കുറച്ച് ആളുകൾ കുറച്ച് മുന്നോട്ട് ആ ഓർക്കുന്ന കുട്ടീനെ വിളിച്ച കുറച്ച് മുമ്പോട്ട് അധികം മതി. ആ പുസ്തകത്തിന് മടക്കി വെക്കുക കേട്ടോ. വായിക്കുന്ന ബുക്കൊക്കെ മടക്കി കഴിഞ്ഞതിന് ശേഷം വായിക്കും. മതി 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 അധികം വേണ്ട. എനിക്ക് കുറച്ചാൾ കാണാൻ വേണ്ടി. മതി, അധികം വരില്ല, അധികം വരില്ല, മതി, അധികം അടുത്തിരിക്കണ്ട, കുറച്ച് ദൂരെ മതി. വേഗത്തൊന്നും വരണമെന്ന് തന്നെ ഇല്ല, ഗ്യാപ്പൊന്നും അടച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നന്മയുടെ താക്കോലുകളായി സൃഷ്ടിച്ചിട്ടുള്ള പല അടിമകളും ഉണ്ട്. തൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ. ഖൈറിന്റെ താക്കോലായി വമിഗ്ലാഖൻ ലിശ്ശർ, ശർറിനെ അടക്കി പൂട്ടി വെക്കുന്ന ഉപകരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അവന്റെ അടിമകൾ കൊണ്ട് അവർ സർവ്വ സന്തോഷങ്ങളും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആശംസ അർപ്പിക്കുകയാണ്. ഖൈറിന്റെ താക്കോലുകളായി ലോകത്ത് പ്രവർത്തിച്ച മഹാന്മാർ, അവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്. കൂർമ്മ ബുദ്ധിയും
സാധാരണ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറം വളരെയേറെ പറിച്ചു ചെല്ലുന്ന കൂർമ്മബുദ്ധിയും അതുപോലെ സത്യസന്ധതയും സത്യം മാത്രം സംസാരിക്കുന്ന ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം 100% പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനവും പരിശ്രമവും അങ്ങനെ പൂർണ്ണമായ അമാനത്തും വിശ്വസ്തതയുമായി ലോകത്ത് ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരും മലക്കുകളെക്കാൾ ആദരവുള്ളവരുമാണ് അമ്പിയാക്കൾ എന്ന് നാം പറയുന്ന ലോകത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർ. ആ പ്രവാചകന്മാര് മുഖേന മനുഷ്യോൽപത്തി മുതൽ മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനമൊരുക്കുകയും ആ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനവും മാനവും നൽകുകയും ചെയ്യുന്നു. അത് അവന്റെ തീരുമാനമാണ്. അവർക്കെല്ലാവർക്കും പരിസമാപ്തി കുറിച്ചു കൊണ്ടുവന്ന ഏറ്റവും വലിയ നേതാവും ഏറ്റവും വലിയ സംസ്കരണ പ്രവർത്തനം നടത്തിയ വ്യക്തിയും ഏറ്റവും ശ്രേഷ്ഠരും ലോകത്തിന്റെ സഖാവായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയും ആണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഏതെല്ലാം നന്മകൾ ആർക്കെല്ലാം എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം എവിടെയെല്ലാം ലഭിച്ചിട്ടുണ്ടോ ലഭിക്കുന്നുണ്ടോ അതിനെല്ലാം നിമിത്തം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. فلم تمس بنا نعمة ظهرت أو بطلت نلنا بها حظا في دين أو دنيا أو دفع بها عنا مكروه فيهما وفي واحد منهما إلا ومحمد صلى الله عليه سببها. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനും അതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും മഹാന്മാരായ സ്വഹാബത്തിന്റെ അധ്യാപനങ്ങളും താബിഈങ്ങളുടെ വിവരങ്ങളും എല്ലാം സമാഹരിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സർവ്വ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കി പ്രഖ്യാപിച്ച ഒരു വാചകമാണ്, ലോകത്ത് ആർക്ക് എവിടെ എന്തിന്റെ പേര്, മലക്കുകളാകട്ടെ മനുഷ്യർക്കാകട്ടെ ദീനിലാകട്ടെ ദുനിയാവിലാകട്ടെ ആർക്ക് എവിടെ എന്ത് അനുഗ്രഹം ലഭിക്കുന്നുണ്ടെങ്കിലും ഏത് നന്മകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ, സർവ നന്മകളുടെയും നിമിത്തം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാര് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇമാമിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ വജഅൽനാ മിൻഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ വകാനൂ ബിആയാതിനാ യുഖിനൂൻ.
ബനൂ ഇസ്രായേലിൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം പറഞ്ഞേറ്റിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ ഉത്തരവ് പ്രകാരം, നമ്മൾ കൊടുക്കുന്ന തൗഫീഖ് കൊണ്ട്, നമ്മൾ കൊടുക്കുന്ന കഴിവ് കൊണ്ട്, നമ്മുടെ ഉദ്ദേശപ്രകാരം എത്രയോ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഇമാമിങ്ങളെ നാം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അങ്ങനെ പൂർവകാലങ്ങളിൽ സന്മാർഗത്തിലേക്ക് നയിച്ച ധാരാളം ഇമാമുകൾ, ധാരാളം മാതൃകാ പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. ഇമാം എന്ന വാക്കിന്റെ ഒരർത്ഥം മാതൃകാ പുരുഷൻ എന്നാണ്. തുടരപ്പെടുന്ന ഏത് വ്യക്തിക്കും ഏത് വസ്തുവിനും ഇമാം എന്ന പ്രയോഗമുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ അതേ എല്ലാ അറിവുകളും പിന്തുടരുന്ന ലൗഹുൽ മഹ്ഫൂദിനെ സംബന്ധിച്ചു, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചു എല്ലാം ഇമാം എന്ന പ്രയോഗം പ്രയോഗിച്ചത് കാണാം. കാരണം അതെല്ലാം തുടരപ്പെടുന്നതാണ്. തുടരപ്പെടാൻ പറ്റുന്ന, അനുധാവനം ചെയ്യപ്പെടാൻ പറ്റുന്ന, പിന്തുടരാൻ പറ്റുന്ന വ്യക്തികൾക്കും ഇമാം എന്ന് പ്രയോഗിക്കപ്പെടുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെ ലോകത്ത് പിന്തുടരാൻ പറ്റുന്ന ധാരാളം മഹാന്മാർ പഴയ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ശിഷ്യന്മാരായ സഹാബത്ത്, അവരെല്ലാവരും പിന്തുടരപ്പെടാൻ പറ്റുന്ന വ്യക്തികളാണ്. അസ്ഹാബീ കന്നുജൂം ഫൈലി അയ്ഹിം ഇഹ്തദൈതും ഇഹ്തദൈതും. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സർവ സഹാബികളും പിന്തുടരപ്പെടാൻ പറ്റുന്ന മാതൃകായോഗ്യരായ മഹാന്മാരാണ്. ആ മഹാന്മാരായ സഹാബത്ത്, അവരെ പിന്തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അംഗീകരിക്കുന്ന, അവരെ വിശ്വസിക്കുന്ന, അവരെ ആദരിക്കുന്ന, അവരെ ഉൾക്കൊള്ളുന്ന, അവരെ പിന്തുടരുന്ന ധാരാളം ഇമാമുകളെ, ധാരാളം മാതൃകാ പുരുഷന്മാരെ നമുക്ക് നമ്മുടെ ആശയത്തിലും പ്രവർത്തനത്തിലും സ്വഭാവത്തിലും ജീവിതത്തിന്റെ സർവരംഗത്തും നമുക്ക് മാതൃകാ പുരുഷന്മാരാക്കാൻ പറ്റുന്ന ധാരാളം ഇമാമിങ്ങളെ, പണ്ഡിതന്മാരെ ഈ സമുദായത്തിലും അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ സർവ്വ നന്മയുടെയും താക്കോലുകൾ. തൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ. അവരെല്ലാം ഖൈറിന്റെ താക്കോലുകൾ ആയിരുന്നു. നീണ്ട പ്രസംഗം നടത്താൻ ഇപ്പോൾ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പരിപാടിയിൽ പങ്കെടുത്ത് വേറെ ഒരു പരിപാടി സംബന്ധിക്കേണ്ട സമയം ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നീണ്ട വയലുകൾ കേൾക്കുന്നവർക്കൊക്കെ സീഡികളുണ്ട്. നന്നായി സ്വസ്ഥമായി, ഉറക്കൊന്നും തൂക്കാതെ സ്വസ്ഥമായി സീഡികൾ കേൾക്കാം. അതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലാഹു സംസാരിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ 7 ദിവസം ഈ കഴിഞ്ഞ വർഷത്തിൽ പ്രസംഗിച്ചു. അതിന്റെ സീഡി കിട്ടി. പല വിഷയങ്ങളും അതിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ജിന്നുകളെ സംബന്ധിച്ച് കുറേയേറെ സംസാരിച്ചു. ജിന്ന് അതൊരു വലിയ വിഷയമാണ്. ഇപ്പൊ നിങ്ങളൊക്കെ ഇൻസുകളായതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ അങ്ങോട്ട് കടന്ന് സംസാരിക്കുന്നില്ല. ജിന്നും ജിന്നുമ്മയും ജിന്ന് ബീവിയും ജിന്ന് തർക്കവും ജിന്ന് വിവാദവും
ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ആളുകൾ ചിലപ്പോ പെട്ടെന്ന് എന്റെ ശരീരത്തിൽ അജ്മീർ സീസ് ഇറങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ മമ്പർത്ത തങ്ങൾ ഇറങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ ഷാഫി ഇമാം ഇറങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ ഉമർ ഖാദി ഇറങ്ങുന്നു, സൈനുദ്ദീൻ മഖ്ദൂം ഇറങ്ങുന്നു, കുറച്ച് കഴിഞ്ഞ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇറങ്ങുന്നു. ഇങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ എന്റെ ശരീരത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ചിലർക്കുണ്ട്. വാസ്തവത്തിൽ കേട്ടാൽ തോന്നുന്നു എല്ലാ ഔലിയാക്കളും ഇറങ്ങുന്ന എയർപോർട്ടാണ് ഇയാളുടെ ശരീരം എന്ന് തോന്നുന്നു. ജിന്നുകൾ പല വിധത്തിലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് സംസാരിക്കും. ജിന്നുകൾക്ക് അതിനുള്ള ചില കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ ജിന്നുകൾ ചിലപ്പോൾ ഔലിയാക്കളുടെ പേര് സ്വീകരിച്ചവരുണ്ടാകാം. ഇന്നലെ ഞാൻ ഈ ഹൈവേയിലൂടെ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുമ്പോൾ കുറെ അകലെ വളാഞ്ചേരിക്കപ്പുറം 2-3 ആളുകൾ സിറാജുലുദ്ദീനിലേക്ക് നേർച്ച തരാൻ വേണ്ടി ഹൈവേയിൽ കാത്തു. അപ്പൊ അവരുടെ കൂടെ 2 കുട്ടികൾ. അപ്പൊ ഒരു കുട്ടിന്റെ പേര് ചോദിച്ചു. അപ്പൊ സലാഹുദ്ദീൻ അയ്യൂബി എന്നാണ്. ആ പേരിൽ നേരത്തെ വലിയ ആള് കഴിഞ്ഞു പോയി. ഇന്നാളൊരു ദിവസം ഒരാൾ വന്ന് നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു. അഹമ്മദുൽ ബദവി എന്നാണ്. അതുപോലെ ചിലപ്പോ ജിന്നുകൾ മഹാന്മാരുടെ പേര് സ്വീകരിച്ച ജിന്നുകൾ ശരീരത്തിൽ കടന്ന് സംസാരിക്കുകയാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉണ്ട്. ഞാൻ കുറെ കാര്യങ്ങൾ ആ സൂറത്തുർ റഹ്മാൻ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു. ഇതുപോലെ ഈ അടുത്ത് ഞാനൊരു മഹല്ലത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളെ ഭാഗത്താണ് അവിടെ സുന്നികളായ ആളുകൾ, അവർ നമ്മുടെ സംഘടന അതിൽ ഭാഗവാക്കല്ല. വേറെ 2 സംഘടനയുടെ സുന്നികളായ വേറെ 2 സംഘടനയുടെ വക്താക്കൾ തമ്മിൽ രൂക്ഷമായ ഭിന്നിപ്പ് സംഭവിച്ച് അങ്ങനെ അവിടെ ഒരു മഹല്ലത്തിന്റെ ഒരു പള്ളിയുടെ കമ്മിറ്റിക്ക് ഇലക്ഷൻ തീരുമാനിച്ചു. അപ്പൊ എന്താണ് ഈ ഇലക്ഷൻ? അതൊരു വലിയ ബഹുമാനമുള്ള സംഗതിയാണ് എന്നാണ് പലരുടെയും ധാരണ. നമുക്കൊക്കെ അറിയാം, ഇലക്ഷന് വേണ്ടി എത്രയോ ഉറക്കമൊഴിക്കുന്നവരുണ്ട്, എത്രയോ ഓടി നടക്കുന്നവരുണ്ട്, അതിനുവേണ്ടി തന്നെ ജീവിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി തന്നെ മരിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി തന്നെ അധ്വാനിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് ഇലക്ഷന്റെ സ്വഭാവം. അത് പള്ളിയിലും വളരെ നല്ലതാണ്. അങ്ങനെ ഇലക്ഷൻ നടത്തി ഭൂരിപക്ഷമൊക്കെ നോക്കി അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് എല്ലാ കാലത്തും പള്ളിയിൽ പരസ്പരം ഒരു പ്രതിപക്ഷം ഒരു ഭരണപക്ഷം എന്ന ശൈലിയിൽ പള്ളികൾ പഴയ കാലത്ത് നടന്നു വരുന്ന പള്ളികൾ നടന്നു പോകുന്നതിന് പകരം ഒരു പ്രദേശത്തുള്ള എല്ലാ സുന്നികളും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ച് പഴയ കാലത്തുള്ള നമ്മുടെ ആലിമീങ്ങളും മഹാന്മാരും, മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാറിനും ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയൊരു വലിയ മഹാൻ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാരൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന വിധത്തിൽ നിസ്കാരവും ഖുതുബയും ഖുതുബന്റെ ശേഷമുള്ള പ്രസംഗവും മുമ്പ് പ്രസംഗിക്കാതെയും അതുപോലെ സ്ത്രീകളെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് ക്ഷണിക്കാതെയും അതുപോലെ നിസ്കാരത്തിന്റെ റക്അത്തുകളും ആകൃതികളും രൂപങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ നടത്തിയതുപോലെ നടത്തിക്കൊണ്ടുവരുന്നതിൽ എല്ലാ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളും ഒറ്റക്കെട്ടായി മനസ്സ് ഒരുമിച്ച് ഓരോ പ്രദേശങ്ങളിലും പരസ്പരം വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ നല്ല കാര്യങ്ങളിൽ സഹകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ച് ഈ ഉമ്മത്തിന് ഒരു സന്തോഷമുണ്ടാകുന്ന രംഗം ഈ ഉമ്മത്തിന് സംജാതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആ പ്രദേശത്ത് വെച്ച് പ്രസംഗിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തി. എന്ത് സുഖണ്ടാവും? ദൈവത്തില്ല, നമീമത്തില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, നല്ല കാര്യങ്ങളിലൊക്കെ സഹകരണം. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ.
അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കുക. മർകസുൽ മസാലിഹ്, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം തന്നെ. നന്മകൾ ഈ പ്രദേശത്തും പരിസരങ്ങളിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നന്മകൾ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രം. അത്തരം നന്മകളിൽ സഹകരിക്കുക, പുറംതിരിഞ്ഞു നിൽക്കാതിരിക്കുക. അങ്ങനെ ഒരു ആശയം അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഞാനൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ പേരാണ് നാം എന്തിന് ഭിന്നിക്കണം. നാം എന്തിന് ഭിന്നിക്കണം. അതിന്റെ CD നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങൾ, മദ്യപാനം, വ്യഭിചാരം തുടങ്ങി പല വിഷയത്തെ സംബന്ധിച്ച് CD-കൾ കേൾക്കാം. ഞാൻ ചുരുക്കി മാത്രം സംസാരിച്ചതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, طوبى لعبد جعله الله مفتاحا للخير. നന്മയുടെ താക്കോലായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ചില അടിമകളുണ്ട്. അവരുടെ നാവിലൂടെ നല്ലത് മാത്രമേ വരൂ, അവരുടെ പ്രവർത്തനങ്ങളിൽ നല്ലത് മാത്രമേ കാണൂ, അവർ നല്ലതിലേക്ക് മാത്രമേ ജനങ്ങളെ ക്ഷണിക്കൂ, അവരുടെ സദസ്സുകളിൽ നല്ലത് മാത്രമേ നമ്മൾ കേൾക്കൂ, അവരുടെയുള്ള സഹവാസം നമ്മെ നന്മയിലേക്ക് മാത്രമേ നയിക്കൂ. അവരെ കണ്ടാൽ തന്നെ അവരെ കണ്ടാൽ തന്നെ പടച്ച റബ്ബിന് ദിക്റ് ചൊല്ലി പോകും. അവരെ കണ്ടാൽ തന്നെ പടച്ച റബ്ബിനെ ഓർമ്മ വരും. അവരുടെ കൂടെ ഇരുന്നാൽ പടച്ച റബ്ബിലേക്ക് നമ്മൾ അല്പമെങ്കിലും അടുക്കും. ശൈത്താനിൽ നമ്മൾ എത്രയും അകലും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മഹാന്മാരുണ്ട്, ഇമാമീങ്ങൾ. ആ ഇമാമീങ്ങളാണ് ലോകത്ത് മുഴുവനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം എത്തിച്ചു കൊടുത്ത മഹാന്മാർ. അവർക്ക് തന്നെയാണ് അതിനധികാരമുള്ളത്. കാരണം മനുഷ്യ സമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ ആവശ്യമുണ്ടോ, എന്തെല്ലാം വിവരങ്ങൾ വേണ്ടതുണ്ടോ, അതെല്ലാം അറിയുന്നവൻ ഒരുവനാണ്. അവൻ അല്ലാഹുവാണ്. وفوق كل ذي علم عليم. ലോകത്തെ ഏറ്റവും വിവരമുള്ള സൃഷ്ടി നമുക്കറിയാവുന്നത് പോലെ ലോകത്ത് ഏറ്റവും വിവരമുള്ളവർ അമ്പിയാക്കളാണെങ്കിൽ ആ അമ്പിയാക്കളിൽ ഭൂമിലോകത്തിരുന്നുകൊണ്ട് ആകാശ ലോകത്തേക്ക് നോക്കി സർവ്വഗോളങ്ങളെ സംബന്ധിച്ചും സംസാരിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ മുഴുവൻ ഭാഷകളിലും അറിയുകയും അതിന്റെ ഉപകാരങ്ങൾ അറിയുകയും ചെയ്ത മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമുണ്ട്. അതുപോലെ നമുക്കറിയാം അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീരി കഹയ്യത്തി-ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്. അതിൽ ഞാൻ ഊതിയാൽ അത് പറന്നു പോകും, പക്ഷിയായി പറന്നു പോകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന കഴിവാണ്. അതെന്റെ വകയിൽ ഞാൻ ചെയ്യുന്നതല്ല, അവന്റെ ഉത്തരവ് പ്രകാരം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കതിന് കഴിവ് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പക്ഷിയാക്കി കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപത്തെ പറപ്പിച്ച് കാണിച്ചു തരും. അതുപോലെ തന്നെ ഞാൻ പിറവിയിലെ ഉള്ള അന്ധത സുഖപ്പെടുത്തി തരും. വെള്ളപ്പാണ്ട് രോഗം ഞാൻ സുഖപ്പെടുത്തി തരും. ഒന്നും എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ടാണ്.
എല്ലാം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അതിന്റെ പുറമെ നബിയുക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. മരിച്ചുപോയ ആളുകളെ ഞാൻ വിളിച്ചാൽ അവർ ജീവനോടെ എഴുന്നേറ്റ് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന തൗഫീഖാണ്. വൗഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. അതിന്റെ പുറമെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് ഇവിടെ നിന്നിരുന്നങ്ങ് പറഞ്ഞു തരും. നിങ്ങൾ കഴിച്ച ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് പറഞ്ഞു തരും. ഇങ്ങനെ എത്രയോ മറഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ പ്രവാചകന്മാർ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ കഴിവ് നൽകുന്നുണ്ട്. അത് മറ്റ് സാധാരണ മനുഷ്യർക്കില്ലാത്ത കഴിവാണ്. ആ കഴിവ് മുഖേന മറഞ്ഞ കാര്യങ്ങൾ അവർക്കറിയാൻ സാധിക്കുന്നു. നമ്മുടെ കണ്ണ് മുഖേന നമുക്ക് ഭൗതികമായ കാഴ്ച ലഭിക്കുന്നത് പോലെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കതാ അഭൗതികമായ കാഴ്ച നൽകുന്നു, അഭൗതികമായ കഴിവ് നൽകുന്നു, അഭൗതികമായ അറിവ് നൽകുന്നു. അങ്ങനെ അല്ലാഹു പ്രത്യേകമായ ഖുദ്റത്ത് മഹാന്മാരായ അമ്പിയാക്കൾക്ക് സാധാരണ മനുഷ്യർക്കില്ലാത്തത് നൽകുമെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് എടുത്തുദ്ധരിച്ചത് കാണാം. പ്രവാചകന്മാർക്ക് സാധാരണ മനുഷ്യരുടെ കഴിവ് മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ അറിവ് മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ അതാ പവർ മാത്രമല്ല, അവർക്ക് അല്ലാഹു പലതും പലതും അസാധാരണമായി നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാം അറിവ് കിട്ടിയ, എല്ലാ അറിവുകളുടെയും സമാഹാരമായ, എല്ലാ അറിവുകളും ഒത്തിണങ്ങിയ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരാരും തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരത്തിന്റെ അടുക്കലേക്ക് എത്തുക പോലും ചെയ്തിട്ടില്ല. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ. അറിവിന്റെ വിഷയത്തിലും അതേ സർവ ആദരവിന്റെ വിഷയത്തിലും അതുപോലെ മറ്റുള്ള എല്ലാ മാന്യതയുടെ വിഷയത്തിലും അതേ നബിതങ്ങളോട് അവരാരും അടുക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയും ഏറ്റവും ഉപരിയായ അറിവുള്ള സൃഷ്ടി നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ടാണ് ആകാശ ലോകത്തുള്ളതൊക്കെ നോക്കി കണ്ടതെങ്കിൽ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഖൽ ബസർ വമാ തഗാ. സർവ ആകാശ ലോകങ്ങളെയും മറികടന്ന് നേരിൽ പോയി കണ്ട് മനസ്സിലാക്കിയ ആളാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സുഹൃത്തുക്കളെ അല്ലാഹു കൊടുക്കുന്ന അറിവല്ലാതെ ഒരറിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. പടച്ച റബ്ബ് നൽകുന്നതല്ലാതെ ഒരു മലക്കിനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു വലിയിനുമില്ല, ഒരു പണക്കാരനുമില്ല, ഒരു ജിന്നിനുമില്ല, ഇൻസിനുമില്ല, ഒരു മന്ത്രിക്കുമില്ല, ഭരണാധികാരിക്കുമില്ല, ഒരു ഡോക്ടർക്കുമില്ല, മരുന്നിനുമില്ല, ഒരു വസ്തുവിനും, ഒരു യന്ത്രത്തിനും, ഒരു തന്ത്രത്തിനും, ഒരു മന്ത്രത്തിനും ഒന്നിനും പടച്ച റബ്ബ് കൊടുക്കുന്ന കഴിവല്ലാതെ, റബ്ബ് നൽകുന്നതല്ലാതെ ആർക്കും ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. സ്വന്തമായി ഉള്ളവനെന്ന നിലയിൽ ബഹുമാനിക്കപ്പെടാൻ പറ്റുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. സ്വന്തമായി ഉള്ളവൻ ഏത്
വിഷയമാണെങ്കിലും അല്ലാഹുവിൻ്റേത് സ്വന്തമാണ്. മറ്റുള്ളവർക്ക് എന്തുണ്ടെങ്കിലും അതെല്ലാം റബ്ബ് നൽകുന്നത് മാത്രമാണ്, റബ്ബിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ്. നമ്മൾ കഅബ ശരീഫിനെ എത്ര ബഹുമാനിക്കുന്നുണ്ടെങ്കിലും, ഹജറുൽ അസ്വദിനെ നമ്മൾ എത്ര ചുംബിക്കുന്നുണ്ടെങ്കിലും, ഹജറുൽ അസ്വദിന്റെ മേലെ നമ്മൾ നെറ്റി വെക്കുന്നുണ്ടെങ്കിലും, കഅബ ശരീഫ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി അതിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും, ആ കഅബയിലേക്ക് തിരിഞ്ഞ് നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിലും, ഓ സുഹൃത്തുക്കളെ, നമ്മൾ ലോകത്തെ ഏത് അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ഏത് മലക്കുകളെയോ മഹാന്മാരെയോ പണ്ഡിതന്മാരെയോ ഉമ്മബാപ്പയെയോ അതേ അതുപോലെ ഇൽമെഴുതിയ പുസ്തകങ്ങളെയോ ഗ്രന്ഥങ്ങളെയോ ഇൽമെഴുതിയ കടലാസുകളെയോ പടച്ച റബ്ബിന്റെ അസ്മാകൾ എഴുതിയ കടലാസിനെയോ ഏത് വസ്തുവിനെ നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം റബ്ബ് കൊടുത്ത ബഹുമാനമുണ്ടെന്ന നിലക്കുള്ള ബഹുമാനമല്ലാതെ സ്വന്തമായി ബഹുമാനമുണ്ടെന്നോ സ്വന്തമായി കഴിവുണ്ടെന്നോ സ്വന്തമായി അറിവുണ്ടെന്നോ സ്വന്തമായി ശക്തിയുണ്ടെന്നോ സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെന്നോ നമ്മൾ ആരും ഒരു സൃഷ്ടികളെ കുറിച്ചും വിശ്വസിക്കുന്നില്ല. വഹ്ദഹു അല്ലാഹു തആല ഏകനാണ്, ലാ ശരീക ലഹു. അല്ലാഹുവിന് ഒരു വിധത്തിലും ഒരു വിഷയത്തിലും ഒരു നിലക്കും ഒരു തുല്യനുമില്ല. പടച്ച റബ്ബിനോട് ഒരു വിഷയത്തിലും ഒരു നിലക്കും ഒരു വിധത്തിലും തുല്യതയുള്ളവരില്ല. അതുകൊണ്ട് തന്നെ തൗഹീദ് അംഗീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ തൗഹീദ് അചഞ്ചലമാണ്. തൗഹീദിൽ ഒരിക്കലും മാറ്റമില്ല, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അതിൽ കോലാഹലങ്ങളില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും ഒരു സംഘടനാതലത്തിലും തിരിഞ്ഞിട്ട് തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ചർച്ചയോ തർക്കമോ നടക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതനും ഒരു പക്ഷേ സംഘടനാപരമായോ നയപരമായോ സുന്നി പണ്ഡിതന്മാർക്കിടയിലോ പ്രവർത്തകർക്കിടയിലോ തർക്കങ്ങളോ വിതർക്കങ്ങളോ നടന്നേക്കാം. പക്ഷേ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിലോ അടിസ്ഥാന വിഷയങ്ങളിലോ ഇന്നുവരെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും വേറൊരു പണ്ഡിതനും തമ്മിൽ ഒരു തർക്കവും നടന്നിട്ടില്ല. നടക്കുന്ന കാലത്ത് സുന്നിയല്ല. കാരണം അതൊരു മനുഷ്യന്റെ ഈമാനിന്റെ അടിത്തറയാണ് തൗഹീദ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. ആദരിക്കപ്പെടാൻ ഇവിടെ പലരുമുണ്ട്, ആദരിക്കപ്പെടാൻ ഇവിടെ പല വസ്തുക്കളുമുണ്ട്. പക്ഷേ അതൊന്നും അങ്ങേയറ്റത്തെ ആദരവല്ല. അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിക്കുന്നവരാരിൽ നിന്നാണോ അവിടെയാണ് അങ്ങേയറ്റത്തെ ബഹുമാനമെത്തുന്നത്, അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിക്കുന്നത്. അത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ. സൃഷ്ടികളെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ്, കാരണങ്ങൾ മാത്രമാണ്. മരുന്ന് രോഗശമനത്തിന് കാരണമാണ്, ഡോക്ടർമാരും ഓപ്പറേഷനും കാരണമാണ്, മന്ത്രം കാരണമാണ്, അതേ നേർച്ചകൾ കാരണമാണ്, സദഖകൾ കാരണമാണ്. അങ്ങനെ കാരണങ്ങൾ പലതും പലതും അല്ലാഹു വെച്ചിട്ടുണ്ട്. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ. ലഹുൽ മുൽക്ക്, അധികാരം അല്ലാഹുവിന് മാത്രമാണ്. വലഹുൽ ഹംദ്, എല്ലാ സ്തുതികളും അവന് തന്നെയാണ്. കാരണം ആരെ നമ്മൾ എന്തിന്റെ പേരിൽ സ്തുതിച്ച് പറഞ്ഞാലും എന്തിന്റെ പേരിൽ പുകഴ്ത്തി പറഞ്ഞാലും ആ പുകഴ്ത്തപ്പെടാൻ അർഹത ലഭിക്കുന്ന ഏത് വിഷയം ഏത് വ്യക്തിയിലുണ്ടോ ഏത് വസ്തുവിലുണ്ടോ അതെല്ലാം റബ്ബ് നൽകിയതാണ്. അതുകൊണ്ട് സർവ്വ സ്തുതിയുടെയും അർഹൻ അല്ലാഹുവാണ്. വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.
മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, പടച്ചവരെ നിനക്ക് അതാ ഒരു സൈസ് കൂറുകാര് മാത്രമേ ഉള്ളൂ എന്നല്ല മുസ്ലിമീങ്ങൾ പറയുന്നത്. ലാ ശരീക ലക, നിനക്ക് ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ലേ ഇല്ല. മുശ്രിക്കുകളുടെ പ്രഖ്യാപനം ഒരു നിലക്കുള്ള കൂറുകാരുണ്ടെന്നാണ്. അതൊരിക്കലും ഒരു മുസ്ലിമും ഒരു സുന്നിയും അംഗീകരിക്കുന്നില്ല. പടച്ച റബ്ബിന് ഒരു വിധത്തിലും ഒരു ശരീക്കുമില്ല, ഒരു തുല്യനുമില്ല. അതിന്റെ പുറമെ മക്കയിലെ മുശ്രിക്കുകൾ എങ്ങനെയാണ് ഈ ദ്രവിച്ച എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയുകയെന്ന് അവർ വാശിയോടെ വീറോടെ ചോദിച്ചു. വായത്തുല്ലഹുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. നിർജീവമായ ഈ ഭൂമിയിൽ ഉണങ്ങി വരണ്ടു പോയ ഭൂമിയിൽ അതേ മുഴുവനും ഛിന്ന ഭിന്നമായി പോയ എത്രയോ സസ്യങ്ങളും അതുപോലെ പുല്ല് പുഷ്പങ്ങളുമൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ലാത്ത വിജനമായ ഒരു പുല്ല് പോലും ഇല്ലാത്ത ഒരു സ്ഥലം. ആ സ്ഥലത്ത് ഒരു മഴ ഇങ്ങി പെയ്യുമ്പോൾ പുല്ലുകളൊക്കെ മുളച്ചുയർന്ന് തിങ്ങി വളരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെ പടച്ച റബ്ബിന് ദ്രവിച്ച് നശിച്ചു പോയ എല്ലുകളെ ജീവിപ്പിക്കുക എന്നതൊരു പ്രശ്നമല്ല. അതേ അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ ضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة. വിവരമില്ലാത്ത മനുഷ്യൻ ഒരു ദ്രവിച്ച എല്ലെടുത്ത് കയ്യിൽ പിടിച്ച് അത് പിടിച്ചിങ്ങനെ ഞെക്കി പൊട്ടിച്ച് പൊടി പൊടിയായി വീഴുമ്പോൾ ഈ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുകയെന്ന് വാശിയോടെ അവൻ ചോദിക്കുന്നു. ഈ എല്ലിനെ ജീവിപ്പിക്കാൻ ആർക്ക് കഴിയുമെന്നവന്റെ വിവരക്കേട് കൊണ്ടവൻ ചോദിക്കുന്നു. പക്ഷേ അവന്റെ സൃഷ്ടിപ്പവൻ മറന്നുപോയി. അവന്റെ സൃഷ്ടിപ്പവൻ മറന്നുപോയി. അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ ഒരു വലിയ എല്ലിന്റെ കഷ്ടമെടുത്ത് വിഴുങ്ങിയിട്ടല്ല ഈ മനുഷ്യനെല്ലുണ്ടായത്. കുറെ മാംസമെടുത്ത് വിഴുങ്ങിയിട്ടല്ല ഈ മനുഷ്യനുണ്ടായത്. മറിച്ച് ഒരു മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളിയുടെ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ ഒരു ചെറിയ അംശം നഗ്നദൃഷ്ടി കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരംശം. ആ ചെറിയ ഒരംശത്തിൽ നിന്നാണ് ഈ എല്ലും തോലും മാംസവും മജ്ജയും എല്ലാ രോമങ്ങളും പല്ലുകളും നഖങ്ങളും ഒക്കെ അല്ലാഹു സൃഷ്ടിച്ചത്. ആ ഒരു ചെറിയ വസ്തുവിൽ നിന്ന് ഇത്രയും വലിയ ശക്തനായ മനുഷ്യനെ പടച്ച റബ്ബിന് ഈ എല്ലിന്റെ പൊടിയിൽ നിന്ന് വീണ്ടും മനുഷ്യനെ സൃഷ്ടിക്കൽ ഒരു പ്രശ്നമാണോ? എന്തേ വിവരക്കേട് അഹങ്കാരത്തോടെ ഈ മുശ്രിക്ക് പറയാൻ കാരണം? അവൻ എന്തേ ചിന്തിക്കാതെ പോയത്? പരിശുദ്ധ ഖുർആൻ ചിന്തിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അതാണ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ദ്രവിച്ചു പോയ എല്ലുകളെ ജീവിപ്പിക്കാൻ അവൻ കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിച്ചത് നടപ്പാക്കാൻ കഴിവുള്ളവനാണ്. ഫിർഔനിന്റെ ഭരണം നടക്കുന്ന സമയത്ത് എത്ര നിരപരാധികളായ ആൺകുട്ടികളെയാണ് ആ തീവ്രവാദിയായ ഭരണാധികാരി കൊന്നുകളഞ്ഞത്. എന്തിനാണ് കൊന്നുകളഞ്ഞത്? അവന്റെ ഭരണത്തിന് ഭീഷണിയായി ഒരു കുട്ടി വളരുമോ എന്ന ഭയമാണ്. അതിന്റെ പേരിൽ സർവ്വമക്കളെയും കൊല്ലാനല്ലേ അവന്റെ തീരുമാനം. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്ന ഫിർഔനുണ്ടോ? ഭരണാധികാരിയുണ്ടോ? രാഷ്ട്രത്തലവനുണ്ടോ? ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അവൻ ഉദ്ദേശിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കുട്ടിയെ അത്ഭുതകരമായ നിലയ്ക്ക് എത്തിച്ചതിന് ശേഷം ആ കുട്ടിക്ക് സ്വന്തം ഉമ്മയെ തന്നെ മുല കൊടുക്കാൻ വേണ്ടി പടച്ച റബ്ബ് നിശ്ചയിച്ചിട്ട് ആ ഉമ്മക്ക് മുല കൊടുക്കുന്നതിന്റെ പേരിൽ കൊടുക്കടാ നീ ശമ്പളം എന്ന് തീരുമാനിച്ച് ഫിർഔനിനെ കൊണ്ട് മൂസാ നബിയുടെ ഉമ്മ മൂസാ നബിക്ക് ഭക്ഷണം മുല കൊടുക്കുന്നതിന്റെ പേരിൽ ഫിർഔനിനെ
ഫിർഔനെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ച റബ്ബല്ലേ, അവന്റെ അധികാരം നടപ്പാക്കുന്നതിന് അവന് വല്ല പ്രയാസവുമുണ്ടോ? അവന് തന്നെയല്ലേ സർവ്വജനങ്ങളുടെയും അധികാരം, അവന് തന്നെയല്ലേ സർവ്വലോകത്തിന്റെയും അധികാരം, അവന് തന്നെയല്ലേ മുഴുവൻ വിഷയങ്ങളിലുമുള്ള കഴിവുള്ളവൻ, അവൻ തന്നെയല്ലേ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവന്റെ മേലല്ലേ ഒരു മുസ്ലിമായ മനുഷ്യൻ സർവസ്വവും ഏൽപ്പിക്കുന്നത്. ആ റബ്ബിന്റെ മേൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമല്ലേ ഒരു മുസ്ലിമിനുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, രാവിലെയും വൈകുന്നേരവും എല്ലാവരും പതിവാക്കി ചൊല്ലിക്കോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നൊരു ദിക്ർ, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. 7 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് മനുഷ്യൻ പരിപൂർണമായി പടച്ച റബ്ബിലേക്ക് അവന്റെ എല്ലാം ഏൽപ്പിക്കുന്ന ദിക്റാണ്. ഹസ്ബിയല്ലാഹ്, എന്നെ അല്ലാഹു മതിയാക്കുന്നവനാണ്, എനിക്കല്ലാഹു മതിയായവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. അലൈഹി തവക്കൽതു, ഞാൻ എന്റെ സർവ്വ വിഷയവും അവനെ തന്നെ പരിപൂർണമായി ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ ഏറ്റവും മഹത്തായ അധികാരത്തിന്റെ ഉടമസ്ഥനാണ്. ആകാശഭൂമികളൊക്കെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മഹത്തായ ശക്തിയായ അർശിന്റെ ഉടമസ്ഥനാണ്. നമുക്കറിയാം, സൂറത്തുൽ തൗബ ബിസ്മി ഇല്ലാത്ത സൂറത്താണ്. അത് ഓതുമ്പോൾ അഊദു ഓതിയിട്ടാണ് ഓതാറുള്ളത്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓതുമ്പോഴും അഊദു തന്നെയാണ് തുടങ്ങേണ്ടത്. അവസാനത്തെ 2 ആയത്തുകൾ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഏറ്റവും മഹാനായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അതാ പടച്ച റബ്ബ് നിയോഗിച്ചതിനാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു റസൂല് വന്നിട്ടുണ്ട് നിശ്ചയം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും. ഓ ജനങ്ങളെ, നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകരുത്, അത് അവിടുത്തെ താല്പര്യമാണ്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് അവിടുത്തേക്ക് വലിയ മനക്ലേശമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമാണ്. നിങ്ങളെ ദുനിയാവും വിജയിക്കണം, ആഖിറവും വിജയിക്കണം. അതിനു വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി അവിടുന്ന് അതാ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തി. മുൻപല്ല് പൊട്ടിത്തെറിച്ചുകൊണ്ട്, തലയിൽ രക്തം പൊട്ടി ഒലിച്ചുകൊണ്ട്, കാലിൽ രക്തം പൊട്ടി ഒലിച്ചുകൊണ്ട്, സ്വന്തം നാടും വീടും വിട്ട് എത്രയോ കിലോമീറ്റർ അകലെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട്, എന്നിട്ടും അവിടുത്തെ നെഞ്ഞി വിടർത്തി സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുവിന്റെ മുന്നിലേക്ക് പോയി നിന്ന് വേദനകളും യാതനകളും സഹിക്കുമ്പോ, വിരലിൽ രക്തമിങ്ങനെ പൊട്ടിയൊലിക്കുമ്പോ, അതേ റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ സംഭവിച്ചതല്ലേ വിരലേ, ക്ഷമിച്ചുകൂടെ എന്ന്
ചോദിച്ച് സ്വന്തം വിരലിനെ പോലും സമാധാനിപ്പിക്കുന്ന വിധം പടച്ച റബ്ബിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി പോയി നിന്ന് നിസ്കരിക്കുമ്പോ സുജൂദിൽ കിടക്കുമ്പോ ശത്രുക്കൾ വലിയ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് കഴുത്തിലിട്ട് കൊടുത്തപ്പോൾ സുജൂദിൽ നിന്ന് തല ഉയർത്താൻ വിഷമിച്ചുകൊണ്ട് സുജൂദിൽ കിടന്ന് വിഷമിച്ചുകൊണ്ട് അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിയ മഹാനായ നേതാവ്, ഓ ചെറുപ്പക്കാരാ, നിനക്കിപ്പോൾ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിനക്ക് തോന്നുന്നില്ല അല്ലേ? നിനക്ക് കിടന്നുറങ്ങാനുള്ള മനസ്സാണല്ലേ? എന്നിട്ടും നീ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയാണല്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ചെറ്റപ്പരയിലുള്ള പാവപ്പെട്ട ഉമ്മാമ നബി തങ്ങളെ വിളിച്ച് സലാം ചൊല്ലുമ്പോ ചെറുപ്പക്കാരാ, നീ കിടന്നുറങ്ങുകയാണല്ലേ? പിന്നെ നീ എന്ത് ഇസ്ലാമിന്റെ സ്പിരിറ്റാണ് നിനക്ക്? ഏത് തഖ്വയുടെ ബോധമാണ് നിനക്ക്? ഏത് ഈമാനാണ് നിനക്കെന്ന് നീ ചിന്തിക്കേണ്ടതില്ലേ? ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഈ ഉമ്മത്തിന് സന്മാർഗത്തിന്റെ വെളിച്ചമെത്തിക്കാൻ വേണ്ടി ഏറ്റവും പരിശ്രമിച്ച നേതാവ് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈമാനോടെ ജീവിക്കുന്നവരോട് വല്ലാത്ത ദയുള്ള നേതാവാണ്. പാരത്രിക ലോകത്തടക്കം അനുഗ്രഹം ചെയ്യുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെയല്ലേ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ, ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ ഗുരുവര്യരല്ലേ, ഏറ്റവും വലിയ പ്രശസ്തരും പ്രഗൽഭനുമായ പണ്ഡിതനല്ലേ ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭരണാധികാരിയായ അബൂ ജഅഫറിൽ മൻസൂരിനെ ഉപദേശിക്കുന്ന സമയത്ത് അതേ ഫലിമ തസ്രിഫു വജ്ഹക അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് അവിടുത്തെ തവസ്സുലാക്കി അവിടുത്തോട് ശഫാഅത്ത് തേടി തവസ്സുൽ ചെയ്തുകൊണ്ട് പറയാൻ ഉപദേശിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് നബി തങ്ങളിൽ നിങ്ങളെ മുഖം തിരിക്കുന്നത്? ഫഹുവ വസീലത്തുഹു വസീലത്തുക വസീലത്തു അബീക യൗമൽ ഖിയാമ. നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാമിന്റെയും സർവ്വ ആളുകളുടെയും അതേ വസീലയല്ലേ അവിടുന്ന്? അവിടുത്തെ കൊണ്ടല്ലേ മുഴുവൻ ആളുകൾക്കും രക്ഷ. ആ റഊഫും റഹീമുമായ മുഹമ്മദുർ റസൂലുള്ളാഹി ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫി ബിഹി. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തന്നെ തിരിഞ്ഞോ. വസ്തശ്ഫി ബിഹി, ആ നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്ന് ലോകത്ത് പഠിപ്പിച്ച മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഓ സുഹൃത്തുക്കളെ, റഊഫുർ റഹീം, ഏറ്റവും ദയയുള്ള നേതാവ്, പാരത്രിക ലോകത്തും രക്ഷപ്പെടുത്തുന്ന റഹീമായ നേതാവ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞതിന് ശേഷം സൂറത്തു തൗബയുടെ അവസാനം നിങ്ങൾ കണ്ടില്ല? ഫൈൻ തവല്ലൗ, ഓ നബിയെ, തങ്ങൾ ഇത്രയും താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ചിന്തയോടെ സ്നേഹത്തോടെ വളരെ ദയയോടെ കാരുണ്യത്തോടെ പ്രവർത്തിച്ചിട്ടും വിളിച്ചിട്ടും അതേ ക്ഷണിച്ചിട്ടും അവിടുന്ന് കൊണ്ടുവന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് സത്യമായ ആശയത്തിലേക്ക് വരാതെ അവർ പുറം തിരിഞ്ഞു പോവുകയാണെങ്കിൽ പറയൂ നബിയേ, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എന്നെ അല്ലാഹു മതിയാക്കുന്നവനാണ്, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവന്റെ മുമ്പിൽ ഞാൻ മുഴുവനും അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ ഏറ്റവും മഹത്തായ അർശിന്റെ അധിപനും റബ്ബുമാണ്. പരിശുദ്ധ
വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞ ദിക്റാണ് ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അസീം. വഅദിൽ വന്ന ആളുകൾ മുതഅല്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം അത് ചൊല്ലൂ. അത് പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ ജീവിതത്തിന് മുഴുവനും അല്ലാഹുവിന്റെ പ്രത്യേകമായ മേൽനോട്ടം ലഭിക്കാൻ ഒരു കാരണമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സർവ്വ നന്മയുടെയും സർവ്വ വിവരത്തിന്റെയും എല്ലാ നന്മയുടെയും നിമിത്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതും അല്ലാഹു നൽകിയത് മാത്രമാണ്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. സർവ്വ വിവരമുള്ളവന്റെ മേലെയും വിവരമുള്ളവനുണ്ട്. ഏറ്റവും വിവരമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മേലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ അലീമും ഖബീറുമായ അല്ലാഹു ഉണ്ട്. അവന്റെ അറിവ് സ്വന്തമായുള്ള അറിവാണ്. മറ്റുള്ളവരുടെ എല്ലാവരുടെ അറിവും അവൻ കൊടുത്ത അറിവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരാളും ഒരു വിഷയത്തിലും ഒരറിവിന്റെ വിഷയത്തിലും ഒരു വിഷയത്തിലും പടച്ച റബ്ബിനോട് തുല്യമാകുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ തൗഹീദാണത്, ശരിയായ വിശ്വാസമാണത്. ഓ സുഹൃത്തുക്കളെ, എന്നാൽ നിങ്ങൾ ഓർക്കണം, ആ അല്ലാഹു ജല്ല ജലാലു അവനേക്കാൾ അറിവുള്ള ആരുമില്ലല്ലോ. അവനല്ലേ അവന്റെ ഖുർആനിൽ പറഞ്ഞത്, വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. മനുഷ്യന്മാർക്ക് ഏതെല്ലാം ആവശ്യങ്ങൾ, വിവരങ്ങൾ ആവശ്യമുണ്ടോ, ജനങ്ങൾക്ക് ഏതെല്ലാം വിഷയങ്ങൾ അറിയേണ്ടതുണ്ടോ, അതിന്റെ എല്ലാം മോഡൽ, എല്ലാ അറിവിന്റെയും മോഡൽ, എല്ലാ വിഷയത്തിന്റെയും മോഡൽ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഖുർആനിലില്ലാത്ത ഒരറിവുമില്ല, ഖുർആനിലില്ലാത്ത ഒരു വിഷയവുമില്ല. തിബിയാനൻ ലികുല്ലി ശൈ. മുഴുവൻ വിഷയത്തിന്റെ വിവരണങ്ങളും ഖുർആനിലുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. സഹോദരന്മാരെ, എല്ലാ വിവരങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. ഓ സുഹൃത്തുക്കളെ, എന്തെല്ലാം ഉപമകളാണ്, ഏതെല്ലാം വിധത്തിലാണ് പടച്ച റബ്ബ് ഖുർആനിൽ ഓരോ കാര്യങ്ങൾ വിവരിച്ചത്. ഇപ്പോൾ പറയാൻ സമയമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, ആ ഖുർആനിലെ വിവരങ്ങൾ അറിയണോ, നിങ്ങൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവലംബിക്കണം. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബി തങ്ങളുടെ വിശദീകരണമില്ലാതെ അറിയാൻ സാധ്യമല്ല. അതോടുകൂടെ റബ്ബ് പറയുന്നു, വലഅല്ലഹും യതഫക്കറൂൻ. അവർ ചിന്തിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിക്കണം. അതിന്റെ പുറമെ മനുഷ്യൻ ചിന്തിക്കുകയും വേണം. ചിന്തിക്കാൻ തന്നെയാണ് മോഡലുകൾ വിവരിക്കുന്ന. മോഡലുകൾ പറഞ്ഞാൽ അതിൽ നിന്ന് ബാക്കിയുള്ളത് ചിന്തിക്കണം. അത് തന്നെയാണ് മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, തിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ചിന്തിക്കാൻ വേണ്ടി മോഡലുകൾ പറയുകയാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആനിന്റെ വിവരം അറിയണമെങ്കിൽ ചിന്തിക്കണം. പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ ആർക്കും ഖുർആൻ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ? ഇവിടെയാണ് സുന്നത്തി വൽ ജമാഅത്തും അല്ലാത്തവരും തമ്മിൽ പിരിഞ്ഞുപോയത്. മാന്യ മുസ്ലിം സഹോദരന്മാർ നന്നായി ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരികളിൽ വലിയ പട നടക്കുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരികളിലുള്ള നേതാക്കൾ തമ്മിൽ ശിർക്കും കുഫ്റും ആരോപിച്ച്
കുറിച്ച് പരസ്പരം സങ്കീർണമായ പ്രശ്നമുന്നയിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൽ പെട്ട നമ്മൾ ആഹ്ലാദിക്കുകയല്ല, നമ്മൾ കൈയടിക്കുകയല്ല, നമ്മൾ പരിഹസിക്കുകയല്ല. അത് നമ്മുടെ ഏർപ്പാടല്ല. നമ്മൾ ആ സമയത്തൊക്കെ മനസ്സ് വേദനിച്ച് സഹതിപ്പിക്കുകയാണ്. സഹതാപം എന്തിന്റെ പേരിലാണ്? പടച്ച റബ്ബേ, ഈ തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മുഴുവൻ കക്ഷികളും അവരുടെ അറിവുകേട് കൊണ്ട് പിഴച്ചുപോയവരാണല്ലോ അവരുടെ അറിവുകേട് അറിവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയ ഇമാമിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഇമാമിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല, ഖുർആനിലുള്ളത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഖുർആൻ ചൂണ്ടിക്കാണിച്ച് കുറെ ജനങ്ങളെ ഈമാൻ ഇവിടെ തകർത്ത് കളയുകയും അവര് സ്വയം ഈമാനിൽ തകർന്നു പോവുകയും ചെയ്തുകൊണ്ട് പടച്ച റബ്ബേ, എത്രയെത്ര നല്ല 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 മനുഷ്യന്മാരെയാണ് ഇവര് നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയത്. എത്ര ആളുകൾക്കാണ് സ്വർഗം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇപ്പോഴിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിയും മുശ്രിക്കാക്കിയും ഇപ്പോഴും തർക്ക വിതർക്കങ്ങളുമായി നടക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോഴും ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഖുർആൻ അറിയുന്നവര് ഞങ്ങളല്ല, ഖുർആൻ അറിയുന്നവർ ഇമാമിങ്ങളാണ്, ആലിമീങ്ങളാണ്, ഇമാമിങ്ങളാണ്. അവർക്ക് ഖുർആൻ ചിന്തിച്ച് ഗ്രഹിക്കാൻ കഴിയൂ എന്നതിലേക്ക് ഇപ്പോഴും ഇവരെത്തിയില്ലല്ലോ അല്ലാഹ്. ഇവരനുയായികൾക്ക് ഇപ്പോഴും കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ് എന്നതിൽ മനസ്സ് വേദനിക്കുകയാണ്. നമ്മൾ പരിഹസിക്കുകയല്ല, കളിയാക്കുകയല്ല. പരിഹസിക്കുക എന്നത് നമ്മുടെ ഏർപ്പാടല്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. പടച്ച റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ എത്രയോ ജനങ്ങൾ ഖുർആൻ അറിയാത്തവരാണ്, ഹദീസ് അറിയാത്തവരാണ്. അവരുടെ നേതാക്കൾ പറയുന്നത് സത്യമാണെന്ന നിലക്ക് പെട്ടുപോയി പിഴച്ചുപോയ എത്രയോ സാധാരണക്കാരുണ്ട്. അവർക്കൊക്കെ നീ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്ത് ചിന്താശക്തി നൽകണേ റഹ്മാനേ. ഖുർആൻ തന്നെ പറയുന്നത് നിങ്ങൾ കണ്ടോ? അതെന്റെ വകയിലല്ല. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മുജ്തഹിദുകളായ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലാതെ ഒരു മനുഷ്യൻ ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല എന്നത് സമർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫ എന്ന കിതാബിൽ അതിന്റെ തെളിവുകൾ ഉദ്ധരിക്കുന്ന സമയത്ത് ഇമാം ഗസ്സാലി നമ്മൾ പറയുന്നത് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ചിന്തിക്കാനാണ് പടച്ച റബ്ബ് മോഡലുകൾ കൊടുത്തത് ഖുർആനിലെന്നും സർവ്വ വിഷയത്തിന്റെ മോഡലും അറിവും ഖുർആനിലുണ്ടെന്നും ഖുർആൻ പറഞ്ഞെങ്കിൽ അതേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഈ ഖുർആൻ പറയുന്ന മോഡലുകൾ വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അത് വലിയ വിവരമുള്ള പണ്ഡിതന്മാരായ മുജ്തഹിദുകളായ ഇമാമികൾ, വലിയ വിവരമുള്ള മഹാന്മാർ, അവർക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയൂല നബിയേ. ഖുർആൻ പറയുന്ന മോഡലുകൾ അത് മനസ്സിലാക്കാൻ വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അത് ആ മഹാന്മാരായ ആലിമീങ്ങൾക്കല്ലാതെ സാധ്യമല്ല നബിയേ. ഈ ആലിമ് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് സ്വന്തമായി ഖുർആൻ നോക്കി മതം പറയാൻ കഴിവുള്ള ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അവരെ പോലുള്ള മഹാന്മാരായ ഇമാമിങ്ങളാണ്. അവരാണ് യഥാർത്ഥത്തിൽ സർവ്വനന്മയുടെയും താക്കോലുകളായി ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം ഈമാനിന്റെ വിതരണത്തിന്, ഇസ്ലാമിന്റെ കർമ്മത്തിന്റെ പഠനത്തിന്, അധ്യാപനത്തിന് പടച്ച റബ്ബ് നിശ്ചയിച്ചത് കേട്ടോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ ആധുനിക യുഗത്തിൽ സംഭവിച്ചതുപോലെ പലരും ഖുർആൻ നോക്കി പിഴച്ചു പോകാൻ നിമിത്തമാകുന്ന വിഷയത്തെക്കുറിച്ച് നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ. ആലിമീങ്ങളൊക്കെ അതാ മരിച്ചു തീർന്നുകൊണ്ട് ഇൽമി ഇല്ലാതെയാകുമ്പോൾ ഹത്താ ഇദാ
വലം യബ്ഖ ആലിമുൻ, ഒരൊറ്റ ഇമാമും ഒരൊറ്റ ആലിമെന്ന് പറയാൻ ഇമാമിങ്ങളുടെ ഗണത്തിൽപ്പെട്ട മുജ്തഹിദായ ഒരൊറ്റ പണ്ഡിതനുമില്ലാത്തൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ചില വിവരമില്ലാത്തവരെ സാധാരണക്കാരായ ജനങ്ങൾ നേതാക്കന്മാരായി സ്വീകരിക്കും. അങ്ങനെ അവരോട് പലതും ചോദിക്കപ്പെടുന്നു, അവർ ഉത്തരം നൽകുന്നു. സ്വന്തം അവരും പിഴച്ചു, അവരെ അവലംബിച്ചവരെ അവർ പിഴപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അവരതാ ഇങ്ങനെ അന്തം വിടുകയാണ്. ഇന്നലെ വരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് നിങ്ങൾ മുശ്രിക്കാണ്, കാഫിറാണ്, തൗഹീദ് ഞങ്ങളെ കയ്യിലാണെന്ന് പറഞ്ഞിരുന്ന കക്ഷികൾ, ആ പറഞ്ഞ കക്ഷികൾ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് സംവാദത്തിന് വന്ന കക്ഷികൾ ഇപ്പോൾ 2, 3, 4, 5, 6, 7, 8 ചേരിയായി പിരിഞ്ഞിട്ട് ഓരോ മൗലവിയും മറ്റൊരു മൗലവിയെ നീ മുശ്രിക്കാണ്, നീ കാഫിറാണ്, നീ മുശ്രിക്കാണ്, നീ കാഫിറാണെന്ന് പരസ്പരം കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്യുന്ന ഈ ഒരവസ്ഥ കണ്ടെങ്കിലും ഈ ജനങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ സന്മനസ് നൽകട്ടെ. ഞാൻ നാട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറയുന്നതല്ല. ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് അങ്ങനെ പറയാൻ അർഹതയുമില്ല. നിങ്ങൾ ഓർക്കണം, സുന്നത്ത് ജമാഅത്തിലുള്ള ഏത് പണ്ഡിതനാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതരും മതത്തിന്റെ നിയമം സ്വയം പറയാൻ അധികാരമില്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പോലത്തവർ എന്ത് വിവരിച്ചു, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ എന്ത് പഠിപ്പിച്ചു എന്ന് നോക്കി പറയാനല്ലാതെ സ്വന്തം പറയാൻ ഞങ്ങൾക്കാർക്കും കഴിവില്ലെന്നല്ലാതെ നമ്മുടെ ജമീയത്തുൽ ഉലമയിൽപ്പെട്ട ഒരു പണ്ഡിതരും അതെ ഞങ്ങൾ തന്നെ ഖുർആൻ നോക്കി പറയാൻ അർഹരായ യോഗ്യരായ പണ്ഡിതരാണെന്ന് പറഞ്ഞ് സ്വന്തം ഈ മതം പറഞ്ഞിട്ടില്ല. പറയുന്ന കാലത്ത് സുന്നത്ത് ജമാഅത്തല്ല. ആ മഹാന്മാരായ ഇമാമികൾ അവരെ പിന്തുടർന്ന് അവരെ മാതൃകയാക്കി അവരാണ് നന്മയുടെ താക്കോലുകൾ എന്ന് മനസ്സിലാക്കി അവരെ പിന്തുടർന്ന് ജീവിക്കാൻ നാം സന്നദ്ധരാകണം. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനിവിടെ ഇൽമു നിലനിൽക്കണം. അതിന് കിതാബുകൾ ദർസ് നടക്കണം, നല്ല ദർസുകൾ നടക്കണം, നല്ല കോളേജുകൾ നടക്കണം, നല്ല മുതഅല്ലിമീങ്ങൾ വളരണം. ഏത് മുതഅല്ലിമീങ്ങൾ? കിതാബുമായി ബന്ധപ്പെടുന്ന മുതഅല്ലിമീങ്ങൾ, അല്ലാതെ മൊബൈൽ ഫോൺ എടുത്ത് ഫോട്ടോ നടക്കുന്ന മുതഅല്ലിമല്ല. എന്തുണ്ടെങ്കിലും ഫോട്ടോ എടുക്കൽ എപ്പോ നോക്കിയാലും കിതാബിലല്ല, കണ്ണു തീർത്ത് മൊബൈൽ, ഏതെങ്കിലും ഒരു മൊബൈൽ. അങ്ങനെയല്ല മുതഅല്ലിമീങ്ങൾ വളരേണ്ടതുണ്ട്. നമ്മൾ മുഴുവൻ ചിന്തകളൊക്കെ മാറി മൊബൈൽ ഫോണൊക്കെ അടക്കി അവിടെ വെക്കുക, നാട്ടിൽ പോകുമ്പോൾ എടുക്കുക, വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിൽ അത്യാവശ്യം ആരെങ്കിലും വിളിക്കണം. നിർബന്ധമാണെങ്കിലും വൈകുന്നേരം ഒരു 5:30 മുതൽ 6 മണി വരെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ 5:15 മുതൽ 5:30 വരെ ഉപയോഗിക്കുക. എന്തേ ഈ മുതഅല്ലിമീങ്ങളൊക്കെ ബിസിനസ്സിലാണ്, അവർക്ക് എന്തിനാ മൊബൈൽ ഫോൺ? അല്ല, അവർ വലിയ സംഘടനയുടെ സമസ്ത കേരള ജമിയത്തുൽ ജനറൽ സെക്രട്ടറി ശൈഖുന കാന്തപുരം ഉസ്താദ് ലോകോത്തരങ്ങളുടെ പല വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ മീസാനും അജിനാസും മുതഅല്ലിമിനെതിരാണ് മൊബൈൽ ഫോൺ. അഥവാ അത്യാവശ്യമുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മുതഅല്ലിമീങ്ങൾ വളരണം. ദീനിന്റെ ഇൽമ് ഇവിടെ നിലനിൽക്കണം. ഇവിടെ കുറെ മൊബൈൽ ഫോൺ എടുത്ത് സുബ്ഹാനല്ലാഹ് അവിടുത്തെ ഇങ്ങനെ നടക്കണം. ഒരു സ്ഥലത്തും പോയിക്കൂടാ, ഒരു സംഗതിയും ചെയ്തുകൂടാ, എല്ലാം മൊബൈൽ. ഞാനിങ്ങനെ കണ്ടു അപ്പൊ തവാഫ് ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് അവിടെ തവാഫല്ല, കഅബയുള്ള ബഹുമാനമല്ല, അല്ലാഹുവിലേക്കുള്ള ഖൽബല്ല, അത് പിടിച്ചെടുക്കേണ്ട തിരക്കാ. തവാഫിന്റെ അടുത്ത് അത് പിടിച്ചെടുക്കേണ്ട. എന്തേ ഖൽബിന്റെ തഖ്വ എവിടെ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. التقوى ها هنا، التقوى ها هنا، التقوى ها هنا. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്.
നമ്മുടെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകളല്ല തഖ്വ. യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ. ഭക്തിയാണ് ഏറ്റവും പ്രധാനം, ഭക്തിയാണ് ഏറ്റവും പ്രധാനം, തഖ്വയാണ് പ്രധാനം. ഖൽബ് റബ്ബിലേക്ക് തിരിയണം. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കണം. ആ റബ്ബ് ഏറ്റവും ബഹുമാനിച്ച സമ്പത്ത് മുഅ്മിനായ മനുഷ്യ അത് ഇൽമാണ്, അത് ഇൽമാണ്. അത് അമ്പിയാക്കളുടെ സ്വത്താണ്, അമ്പിയാക്കളുടെ സ്വത്താണ്. ദുനിയാവ് ഖാറൂനിന്റെ കയ്യിൽ ദുനിയാവുണ്ടായിട്ടുണ്ട്. നമ്രൂദ് ലോകമൊട്ടാകെ അടക്കി ഭരിച്ചിട്ടുണ്ട്. അധികാരം എന്നത് ഏത് തോന്നിവാസിക്കും റബ്ബ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പണമെന്നത് ഏത് ധിക്കാരിക്കും അല്ലാഹ് കൊടുക്കുന്നതാണ്. അതേ സമയത്ത് അതാ ശരിയായ ഇൽമുണ്ടല്ലോ, അത് ഇവിടെ വിതരണം ചെയ്ത നേതാക്കൾ അത് അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കളെ സ്വത്താണ് ഇൽമ്. അമ്പിയാക്കളെ ഖൽബ് പൂർണ്ണമായി റബ്ബിലേക്ക് തിരിഞ്ഞതാണ്. ആ റബ്ബിലേക്ക് മുതഅല്ലിമീങ്ങളെ ഖൽബ് തിരിയണം, മുഅല്ലിമീങ്ങളെ ഖൽബ് തിരിയണം. അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളെ ഖൽബും തിരിയാൻ നിമിത്തമാകണം. അതുകൊണ്ട് ഉപകരണമായ ഒരു വസ്തു ഉപയോഗിച്ചുകൂടെന്ന് പറഞ്ഞതിനർത്ഥമില്ല. ഒരു മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാം. പക്ഷേ അതേ മൊബൈലിൽ തന്നെ വേണ്ടാത്ത പാട്ട് കയറ്റിയില്ലേ, അതേ മൊബൈലിൽ തന്നെ നെറ്റിലേക്ക് കയറിയിട്ട് ഹറാമ് നോക്കിയില്ലേ, സിനിമ കണ്ടില്ലേ, ഹറാമായ ചിത്രം നോക്കിയില്ലേ, ഉറങ്ങുന്ന സമയത്ത് പോലും പാട്ടും കേട്ട് ഉറങ്ങിയില്ലേ, ആയത്തുൽ ഹിർസ് ഓതാൻ നമുക്ക് കഴിഞ്ഞോ, ആയത്തുൽ കുർസി ഓതാൻ കഴിഞ്ഞോ, ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ സമയം കിട്ടിയോ, ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലാൻ സമയം കിട്ടിയോ, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലാൻ സമയം കിട്ടിയോ? നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമല്ലേ ഉറക്കിന്റെ സമയം. ഒരു 100 ദിക്ർ ആ സമയത്തെങ്കിൽ ചൊല്ലിയാൽ 1000 പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ എത്തുകയല്ലേ. അതിനു വേണ്ടി ഇങ്ങനെ ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം ഉറങ്ങാൻ നോക്കുന്ന സമയത്ത്, ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം ഉറങ്ങുന്ന സമയത്ത്, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലണം ഉറങ്ങുന്ന സമയത്ത്. പൊന്നോമന മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാനത് കൈയൊഴിച്ചിട്ടില്ലെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. പതിവാക്കണ്ടേ മുതഅല്ലിമീങ്ങളെ. വെള്ളിയാഴ്ച ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, അൽ കഹ്ഫ് ചുരുങ്ങിയത് 3 ഓതേണ്ടതില്ലേ? ഇന്ന് രാവിലെ ഞാനൊരു വീട്ടിൽ നിന്ന്, തൃശ്ശൂർ ജില്ലയിലെ ഒരു വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോ ഒരാജി എന്നോട് പറഞ്ഞു 3 പ്രാവശ്യം അൽ കഹ്ഫ് ഓതിയാൽ നല്ലതാണെന്ന്. ഒരു പ്രാവശ്യം ഓതുന്ന ഒരു പെണ്ണിനെ അദ്ദേഹം ഉപദേശിച്ചപ്പോ ലോകമൊട്ടാകെ വലിയ പ്രസംഗകനായി നടക്കുന്ന ഒരു പ്രസംഗകനായ മുസ്ലിയാര്, ആ മുസ്ലിയാരോട് ആ പെണ്ണ് ചോദിച്ചു പോൽ 3 പ്രാവശ്യം അൽ കഹ്ഫ് ഓതണോ? അയാൾ ഉടനെ തന്നെയുള്ള മറുപടി ഒരിക്കൽ ഓതിയാൽ മതി. ഫത്ഹുൽ മുഈൻ ഓതുന്ന സമയത്ത് മൊബൈൽ കൊണ്ട് കളിച്ചതായിരിക്കും. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കണം. കുറെ പ്രസംഗകർ ലോകത്തുണ്ടാകുന്ന കാലം ഖലീലുൽ ഫുഖഹാഉഹു കസീറുൽ ഖുതബാഉഹു ഖലീലുൽ ഫുഖഹാഉഹു. പ്രസംഗിക്കുന്നവര് ധാരാളമാണ്, ചിന്തിക്കുന്ന പണ്ഡിതന്മാർ വളരെ ചുരുക്കമാണ്. അങ്ങനെ ഒരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കി ഈ പ്രസംഗിക്കുന്ന ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളുടെ മജ്ലിസുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ.